എന്നെ തന്നെ സന്നിധിയിൽ കാശയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്റെ പ്രിയ സ്നേഹിതരും ഇടവകയുടെ പ്രധാന ചുമതലക്കാരുമായ എബി ചാക്കോ അച്ഛൻ, തോമസ് മാത്യു അച്ഛൻ, വാത്സല്യമുള്ള സഹോദരങ്ങളെ തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. ഈ 3 നോമ്പിന്റെ ദിനങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ധ്യാനത്തിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളേവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും എപ്പോഴും നല്ലതും അനുഗ്രഹവുമായ വാർത്തകൾ കേൾക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ദിവസത്തെ 3-ാം ദിവസത്തെ ധ്യാനത്തിന് വേണ്ടി യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിന്റെ ഒരു ചെറിയ പോർഷനാണ് ഞാൻ എടുത്തേക്കുന്നത്. അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്തു ഭവിക്കുമെന്ന് കാണുവോളം അതിന് കീഴെ തണലിൽ പാർത്തു. He made a hut and sat under the shadow of that hut. യോന ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്തു ഭവിക്കുമെന്ന് കാണുവാൻ ആ കുടിലിന്റെ കീഴെ ഇരുന്നു. നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഭാഗമാണ്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അവസാനം യോനായ്ക്ക് നിനുവായിൽ പോകേണ്ടി വന്നു. നിനുവാക്കാരോട് സുവിശേഷം പറഞ്ഞു. നിനുവാക്കാർ പശ്ചാത്തപിച്ചു. നിനുവാക്കാരുടെ പശ്ചാത്താപം കണ്ട് ദൈവം മനസ്സരിഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്നു. ഇതിനുശേഷമുള്ള സമയത്ത് യോന നേരെ ആ പട്ടണത്തിന്റെ കിഴക്കേ വശത്തുള്ള ഒരു പ്രദേശത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ യോന പ്രസംഗം നടത്തി. യോനായ്ക്ക് ഉറപ്പാണ് ദൈവം അവരോട് കരുണ കാണിക്കുമെന്ന്. പക്ഷെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് യോന നിനുവാ പട്ടണത്തിന്റെ കിഴക്ക് വശത്തുള്ള ഉയർന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി അവിടെ ഇരിക്കുന്നത്, ആ കുന്നിന്റെ മുകളിൽ ഇരിക്കുന്നത്. ആ കിഴക്ക് വശത്തുള്ള കുന്നിൽ ഇരിക്കുക എന്ന് വെച്ചാൽ, ആ ഉയർന്ന പ്രദേശത്ത് ഇരിക്കുക എന്ന് വെച്ചാൽ നിനുവായിലെ സുരക്ഷിത സ്ഥാനമാണ്. നഗരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതകളുള്ള ഒരു പ്രദേശം. അവിടെയാണ് യോന ഒരു കുടിലുണ്ടാക്കി അവിടെ ഇരുന്നത്. കുടിലുണ്ടാക്കി അവിടെ ഇരുന്നപ്പോൾ യോന ചിന്തിച്ചത് ആ നഗരത്തിന് എന്തു ഭവിക്കുമെന്ന് കാണുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് എൻറ്റിറ്റി അല്ല യോന അവിടെ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സമൂഹ മധ്യത്തിൽ താൻ അവഹേളിക്കപ്പെടുമെന്നുള്ള ഭയങ്കരമായ ഒരു ഭയം യോനായെ ഭരിച്ചു. അതുകൊണ്ട് തന്നെ നഗരം നശിച്ചാലും വേണ്ടില്ല, തന്റെ പ്രവചനം പൂർത്തിയാകണം, നിവർത്തിയാകണം എന്നുള്ള ആഗ്രഹമായി യോനായ്ക്ക് ഉണ്ടായിരുന്നത്. യോനായ്ക്ക് ഒത്തിരി ദുഃഖവും അതിലുണ്ട്. ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് ധ്യാനത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു കൊച്ചു ചിന്തയാണ്. യോന ഉണ്ടാക്കിയ ഒരു കുടിൽ പത്രോസ് മറുരൂപമലയിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ 3 കൂടാരങ്ങൾ. അപ്പൊ ഈ രണ്ടിനെ ഒന്ന് താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കേണ്ട ചില കാര്യങ്ങൾ ലഘുവായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ യോന ഉണ്ടാക്കിയ ഒരു കുടിലും പത്രോസ് മറുരൂപമലയിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ 3 കുടിലും. യോന ഒരു കുടിലുണ്ടാക്കി. ആ കുടിലിന്റെ കീഴിൽ ഇരുന്നപ്പോൾ പിറ്റേന്ന് സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ ഭയങ്കരമായ ചൂട് വന്നു. യോനായ്ക്ക് ക്ഷീണമുണ്ടായി. യോന ഉണ്ടാക്കി ഒരു കുടിലിന്റെ കീഴിൽ ഇരുന്നപ്പോൾ നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് അറിയാനുള്ള അതിതീവ്രമായ ഒരു ആഗ്രഹം യോനായ്ക്കുണ്ടായി. ഇന്ന് പ്രിയപ്പെട്ടവരെ, യോന ഉണ്ടാക്കിയ ഒരു കുടിലിന്റെ കീഴിൽ യോന നിരാശയോടും വേദനയോടും കൂടി ഇരുന്നത് പോലെ ഈ ലോകത്തിൽ നമ്മൾ സൃഷ്ടിക്കുന്ന പല കൂടാരങ്ങളുണ്ട്. ഈ കൂടാരത്തിന്റെ കീഴിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആഗ്രഹങ്ങൾ പലതാണ്. ഇല്ലായ്മയിൽ നിന്നും വല്ലായ്മയിൽ നിന്നും ദൈവം തമ്പുരാൻ നമ്മൾക്കൊരു സ്ഥിരത തന്നപ്പോൾ, ഒരു കൺസിസ്റ്റൻസി തന്നപ്പോൾ, നമ്മളുടെ ചിന്താധാരകൾ സ്ഥിരതയില്ലാത്തവരെ പറ്റിയല്ല. സ്ഥിരതയില്ലാത്തവർ രക്ഷപ്പെടണമെന്നല്ല പലപ്പോഴും, മറിച്ച്
സ്ഥിരതയില്ലാത്തവരെ എങ്ങനെ കുറ്റപ്പെടുത്താം, അവൻ എന്തുകൊണ്ട് ആ രീതിയിൽ പ്രയാസം വന്നു, ഇതുവരെ ഇവിടെ വന്നിട്ടും രക്ഷപ്പെടാത്തതെന്ത്, ഇത്തരത്തിലുള്ള ഒരു ചിന്താധാരയിലൂടെ നമ്മളൊക്കെ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എനിക്കും നിങ്ങൾക്കും തന്ന, ഇവിടെ കുടിലെന്നുള്ള വാക്ക് ഉപയോഗിച്ചേക്കുന്നു, പക്ഷെ ഓർത്തോണം, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മളും മഹത്തായി കാണപ്പെടുന്ന എല്ലാ സംഗതികളും ഒരു രീതിയിൽ പറഞ്ഞാൽ വെറും കുടിലിന് തുല്യമാണ്, നിസ്സാരമായിട്ടാണ്. ഇന്ന് നമ്മൾക്ക് ദൈവം തന്ന കുടിലിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നു, ബലഹീനതകൾ പറയുന്നു. പ്രിയമുള്ളവരെ, വീടെന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായ മറവ, ഒരു പ്രത്യേകമായ തണല, ഒരു പ്രത്യേകമായ അനുഭവമാണ് വീടെന്ന് പറയുന്നത്. ദൈവം തന്ന ഈ തണല് മറ്റുള്ളവർക്ക് തണല് കൊടുക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാൻ വേണ്ടിയല്ല. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, ദൈവം എനിക്കും നിങ്ങൾക്കും ഭൗതികമായി തരുന്ന ഓരോ അനുഭവങ്ങളും മറ്റുള്ളവരുടെ നന്മ കാംക്ഷിച്ചില്ലെങ്കിൽ അത് നിലനിൽക്കത്തില്ല. ഇന്ന് ദൈവം തരുന്ന വീടുകളിൽ ഇരുന്നു കൊണ്ട് തലമുറകളെ പോലും, നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും അരുതാത്തത് പറഞ്ഞു പഠിപ്പിക്കുകയാണ്, വേണ്ടാത്തത് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പഴയ കാലത്ത് നമുക്ക് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ആഗ്രഹിക്കത്തക്ക രീതിയിലുള്ള വീടോ കൂടോ ഭക്ഷണമോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവിടെ പ്രാർത്ഥനയുണ്ടായിരുന്നു, നിലവിളി ഉണ്ടായിരുന്നു, ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു. ഇന്ന് അതൊക്കെ നമ്മൾ മറന്നുപോയി. വീടുകൾ നല്ലതായി, പ്രാർത്ഥനാ മുറികൾ ഉണ്ടായി, വേദപുസ്തകവും പാട്ടുപുസ്തകവും പ്രാർത്ഥനാ പുസ്തകവും ഒക്കെ ഒത്തിരിയുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ അനുഭവം ഇല്ലാത്ത വീടുകളായി മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവ് തന്നെ ഒരു ഉപമ പറയുന്നത്, ഒരു സ്ത്രീയെ പറ്റി പറയുന്നത്, ആ സ്ത്രീയുടെ വീട്ടിലൊരു ദുരാത്മാവ് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക സമയത്ത് ദുരാത്മാവ് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോയി. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആ വീട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു, വൃത്തിയായിട്ടേക്കുന്നതായി കാണുന്നു. തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെയുമായിട്ടാണ് ആ ദുരാത്മാവ് തിരിച്ചു വന്നത്. അതായത് സാത്താൻ ഇറങ്ങിപ്പോയപ്പോൾ അവൻ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ക്ലെൻലിനെസ് ഓഫ് ഗോഡ് ആൻഡ് ക്ലെൻലിനെസ് ഓഫ് സെയ്ത്തൻ എന്ന് പറയുന്ന 2 കൺസെപ്റ്റാണ്. ഈ ക്ലെൻലിനെസ് ഓഫ് സെയ്ത്തൻ എന്ന് പറയുന്നത് ദൈവത്തിന് അശുദ്ധി എന്ന് പറയുന്നതൊക്കെ സാത്താന് വിശുദ്ധിയാണ്. അതോടൊപ്പം തന്നെ സാത്താൻ വിശുദ്ധമായിട്ട് കാണുന്നത് ദൈവത്തിന് വിരുദ്ധമാണ്. അപ്പൊ സാത്താൻ ഇറങ്ങിപ്പോയപ്പോൾ ആ സ്ത്രീയുടെ വീട്ടിൽ പ്രാർത്ഥന വന്നു കാണും, ഒരു ഡിസിപ്ലിൻ വന്നു, ഒരു ആത്മീയമായ അനുഭവം വന്നു. പക്ഷേ അവൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ പ്രാർത്ഥന കുറഞ്ഞു, വിശുദ്ധി കുറഞ്ഞു, നന്മ കുറഞ്ഞു, അരുതാത്തതൊക്കെ സംഭവിച്ചു. അതുകൊണ്ടാണ് തന്നേക്കാൾ ദുഷ്ടതയേറിയ 7 ആത്മാക്കളുമായിട്ട് തിരിച്ചു വരുന്നത്. എന്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഓർത്തുകൊള്ളേണ്ട ഒരു വലിയ കാര്യം ഇതാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഗ്രൂപ്പിസം ഉണ്ട്, സാത്താന്മാരുടെ ഇടയിലും ഉണ്ട്. സാത്താനിലുള്ള ഗ്രൂപ്പിസത്തിന്റെ പല മടങ്ങും മനുഷ്യരുടെ ഇടയിലുണ്ടെന്ന് ഓർത്തുകൊള്ളണം. അതൊക്കെ കുടുംബത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്. ഇതൊക്കെ നമ്മളെ തകർക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇല്ലായ്മയിൽ നിന്നൊക്കെ ദൈവം നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം തന്നു, ജീവിക്കാൻ അവസരം തന്നു. നമ്മൾ പ്രാർത്ഥിക്കും, ദൈവത്തെ വിളിക്കും. ചിലരൊക്കെ ചില പ്രത്യേക സമയത്ത് പള്ളിയിൽ സജീവമാണ്, ആരാധനയിൽ സജീവമാണ്, കുർബാനയ്ക്ക് പോകും, എല്ലാവരോടും താല്പര്യം, നമ്മളുടെ യുവാക്കൾക്ക് സ്നേഹം. എന്നാൽ കാലം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ കുറഞ്ഞു പോകുകയാണ്. പള്ളി വരാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, സ്നേഹിക്കാൻ താല്പര്യമില്ല. പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മിൽ നിന്ന് ഒരു കാലത്ത് ഇറങ്ങിപ്പോയ നശീകരണത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ, അത് തിരിച്ചു വരും, ഇരട്ടി ആത്മാക്കളുമായി വന്ന് നമ്മളെ നശിപ്പിക്കും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാനും ദൈവത്തെ വിളിക്കാനും താല്പര്യമുള്ളവരെ. നമ്മളുടെ പല തലമുറകൾക്കും പള്ളിയിൽ പോകണമെന്നില്ല, ദൈവത്തെ വിളിക്കണമെന്നില്ല, നമ്മളോട് സ്നേഹമായി ഇടപെടണമെന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പലപ്പോഴും പറയുന്ന ഒരു കാര്യം ആവർത്തിച്ചു പറയട്ടെ. സുറഫൊയ്നീക്കക്കാരി സ്ത്രീയെ കുറിച്ച് നമ്മളുടെ കർത്താവ് പറയുന്നുണ്ട്. ആ സ്ത്രീ തിരുവചനത്തിൽ കർത്താവ് ചെയ്ത ഒരു അത്ഭുതം. ആ പാവം പിടിച്ച അമ്മ കർത്താവിന്റെ സന്നിധിയിലേക്ക് കരഞ്ഞു വന്നു, നിലവിളിച്ചു. ഒറ്റ കാര്യമേ ആ തിരക്കിന്റെ ഇടയിലും പോയി പറഞ്ഞുള്ളൂ, കർത്താവേ, എന്റെ മോൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു. ഈ ഭൂതോപദ്രവം എന്ന് പറയുന്നത് മാനസിക രോഗമായിരിക്കാം, ശാരീരിക പ്രശ്നങ്ങളായിരിക്കാം, ആരോഗ്യ പ്രശ്നമാകാം, അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടോ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ആകാം. അവളുടെ മോള് വന്നില്ലെങ്കിലും തള്ളയൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതേ ഉള്ളൂ, കർത്താവ് സൗഖ്യം കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മൾ വിളിക്കുന്ന സ്ഥാനത്ത് നമ്മളുടെ തലമുറകൾ എത്തിയില്ല, നിങ്ങളോട് സ്നേഹം കാണിച്ചില്ല, ഫോൺ വിളിക്കുന്നില്ല, നിങ്ങളെ കരുതുന്നില്ല, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ഒരു കാര്യം ആലോചിച്ചോണം, കർത്താവ് എന്റെ കുഞ്ഞിനോട് കരുണ തോന്നണം. തീർച്ചയായിട്ടും അവർ ഏത് തെറ്റായ സാഹചര്യത്തിലാണെങ്കിലും സ്വർഗത്തിലെ അപ്പച്ചൻ ഇടപെട്ട് നിങ്ങളുടെ സമൂഹത്തിനും കുടുംബത്തിനും ഐശ്വര്യം വരുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇവിടെ വീണ്ടും ഒറ്റ കാര്യം കൂടി ഓർത്തോണം, കരഞ്ഞ് നിലവിളിച്ച ദൈവസന്നിധിയിലേക്ക് അടുക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു വലിയൊരു അനുഭവം ഉണ്ടാകും. ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും. അതുകൊണ്ട് ആ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും കൂടുതലായി നിരാശപ്പെട്ടിട്ട് കാര്യമില്ല, അതിനു പകരം എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, എന്റെ ദൈവമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ.
ഞാൻ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. അതേ പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, ഞാൻ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്ന് ദൈവത്തോട്. ദൈവമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നല്ല ജോലി തന്നതുകൊണ്ടോ ജീവിത പങ്കാളിയെ തന്നതുകൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടായതുകൊണ്ടോ ഒന്നും ജീവിതം യഥാസ്ഥാനപ്പെടുത്തില്ല. കാരണം ഇതൊക്കെ ഉണ്ടായിട്ടും എത്രയോ കുടുംബങ്ങളാണ് നശിക്കുന്നത്. മുടിയനായ പുത്രന്റെ വീട്ടിൽ എല്ലാവരും നല്ലവരായിരുന്നു. ആ ഒറ്റ മകൻ മാത്രമാണ് വീതം ചോദിച്ച് പ്രശ്നമുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ അവന്റെ പ്രശ്നം ആ കുടുംബത്തെ മൊത്തത്തിൽ ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നശിപ്പിച്ചു എന്നുള്ളതല്ല, നൊമ്പരപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ദുരാത്മാവ് നമ്മളുടെയൊക്കെ ചുറ്റുവട്ടത്തിൽ നടക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ ഓർക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കും, മൂത്ത മകൻ പ്രാർത്ഥിക്കും, ഏറ്റവും ഇളയവൻ പ്രാർത്ഥിക്കും, നടുവത്തോനെയുള്ളൂ പ്രാർത്ഥിക്കാത്തത്. ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. ആ ഒരാൾ മതി, ആ ഒരു കൊച്ചുമകൻ മതി കുടുംബം മൊത്തം നശിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ഓർത്തോണം, നിങ്ങളും ഞാനും കെട്ടിയുണ്ടാക്കുന്ന കൂടാരങ്ങളുടെ മറവിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയുടെ മുൻപാകെ സമർപ്പിക്കണം. 2017 ഞാൻ റംബാച്ചനായപ്പോൾ അഭിയന്യ ഭാഗ്യസ്മരണാർഹനായ സക്രിയാസ് മാർ അന്തോനിയോസ് തിരുമേനി പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുമേനി പട്ടംകുടയ്ക്ക് വന്നതിന് ശേഷം പിന്നീട് എന്നോട് പറഞ്ഞു, പേഴ്സണലായിട്ട് ചോദിച്ചു, റംബാച്ച ഈ ബസലേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാൻ ചോദിച്ചു. അപ്പൊ ഞാൻ തിരുമേനിയോട് പറയാൻ മടിച്ചു നിന്ന്, കാരണം തിരുമേനിക്ക് അറിയാം. തിരുമേനി നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി, അണ്ടർ ദ ഷാഡോ ഓഫ് ഗോഡ്, അത്യുന്നതന്റെ മറവിൽ. തിരുമേനി പറഞ്ഞൊരു വാചകമുണ്ട്, റംബാച്ച, ഈ ലോകത്തിൽ ഒരൊറ്റ മറവേ ഉള്ളൂ, അത് അത്യുന്നതന്റെ മറവ. ആ മറവിലായിരിക്കാൻ ശ്രമിച്ചോണം. ലോകത്തിൽ കാണുന്ന മറവുകളൊക്കെ കണ്ട് അതെനിക്ക് കയറി നിൽക്കാനുള്ള മറവ് ഷാഡോസ് ആണെന്നത് ഒരുത്തനും ചിന്തിക്കരുത്. ഇപ്പോഴും മനസ്സിൽ മുഴങ്ങുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും എത്ര കൂടാരങ്ങളും കൊട്ടാരങ്ങളും ഉണ്ടായാലും നല്ലൊരു പ്രകാശം അടിക്കുമ്പോഴത്തേക്ക് തളർച്ച വരും. ഈ ലോകത്തിന്റെ എതിർപ്പുകളും പ്രതിസന്ധികളും വരുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റപ്പെടും, അതിവേദന അനുഭവിക്കും. നിങ്ങളോട് പ്രത്യാശയോടെ ഞാൻ പറയട്ടെ, ദൈവത്തെ വിളിക്കാത്തവരും അറിയാത്തവരും ഒക്കെ നിങ്ങളുടെ കുടുംബങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, അവർ പരിശുദ്ധ ബലിവേദി ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, മാമോദിസ മുങ്ങിയ പിള്ളേരായതുകൊണ്ട്, പ്രാർത്ഥിച്ചിട്ടുള്ളവരായതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അനുതാപത്തോടെ തിരിച്ചു വരും. അതുകൊണ്ട് അതിനുള്ള കൂടാരങ്ങളായി നമ്മളെ തന്നെ നമ്മൾ ഒരുക്കണം, അതിനുവേണ്ടി ക്രമീകരിക്കണം. പാട്ടുകാരൻ പാടി, കൂടാരവാസികളാകുന്ന മൂക്കിന്ന് വീടെന്നോ നാടെന്നോ ചൊൽവാനെന്ത്, കൈകൊണ്ടു തീർക്കാത്ത വീടൊന്നു താതൻ താൻ മീതേ നമുക്കായി വെച്ചിട്ടുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടൊന്നു താതൻ താൻ മീതേ നമുക്കായി വെച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയില് അപ്പവീഞ്ഞുകൾ എടുത്തുകൊണ്ടുള്ള ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാനിരിക്കുന്നതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. അർത്ഥവത്തായ ഒരു വലിയ പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധ റൂഹ നമ്മിൽ ഇടപെട്ട് പൂർത്തിയാക്കുന്നത്, തൃത്വം പൂർത്തിയാക്കുന്നത് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെ മാത്രമല്ല. ദൈവം നമുക്ക് ചില കാര്യങ്ങളൊക്കെ തന്നു, പ്രയാസത്തിൽ നിന്നൊക്കെ പിടിച്ചു നടത്തി, ഇത്രത്തോളം എത്തിച്ചു. ഇനിയും ഒരു കാര്യം ഓർക്കണം, ഇനി ഉണ്ടാകാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെ ഓർത്ത് നിരാശപ്പെട്ട, ഒരു ഡിസപ്പോയിന്റ്മെന്റ് തോന്നണ്ട. ഉണ്ടാകാനുള്ളതിനെയും വരുവാനുള്ളതിനെയും എൻ്റെ ദൈവം പൂർത്തിയാക്കും. എൻ്റെ ഒരു സ്നേഹിതൻ പങ്കുവെച്ച ഒരു അനുഭവമുണ്ട്. അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിള്ളേരില്ല. അവർ ട്രീറ്റ്മെന്റിനൊക്കെ പോയി. അവസാനം അദ്ദേഹത്തിന്റെ വൈഫ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു. ഫർദർ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞു, ഈ കുഞ്ഞിന് ഇന്ന പ്രോബ്ലം ഉണ്ട്, കുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കണം. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ജീവിതകാലം മുഴുവൻ വലിയൊരു ബർഡൻ ആയി തീരും, അതുകൊണ്ട് ഇതിനെ കളയണം. അവർ വെല്ലൂര് വരെ പോയി, പല ഹോസ്പിറ്റലിൽ പോയി. എല്ലാവരുടെയും ഫൈൻഡിങ്സ് ഒന്ന് തന്നെയാണ്. കാരണം ഈ കുഞ്ഞിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അവസാനത്തെ ഒരു ദിവസം അവരെന്തുവാണേലും അതേ നിവർത്തിയുള്ളൂ. കാരണം അമ്മയുടെ ജീവന് പോലും പ്രശ്നമാണെന്ന് കണ്ടപ്പോഴത്തേക്ക് അവരതിന് മനസ്സുകൊണ്ടിരിക്കുക, വേദനിച്ചാണേലും. ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ട് കുർബാനയിൽ ലാസ്റ്റ് സംബന്ധിച്ചു. വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ തയ്യാറെടുത്ത് അവർ പള്ളിയിൽ ചെന്നു. ആ പ്രാർത്ഥന എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ, ഈ പ്രാർത്ഥന അവർ കേട്ടു. അപ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത,
എടാ, ദൈവം തമ്പുരാൻ ഉണ്ടായിട്ടുള്ളതിനെ മാത്രമല്ലല്ലോ, ഇനി ഉണ്ടാകാനുള്ളതിനെയും പൂർത്തിയാക്കും. എന്ന് വെച്ചാൽ ഉരുവായി വരുന്ന എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ആ കുഞ്ഞിന്റെ ബലഹീനത മാറ്റാൻ എന്റെ സ്വർഗത്തിലെ അപ്പച്ചന് സാധിക്കും. അങ്ങനത്തെ ഭയങ്കരമായിട്ട് അങ്ങ് വിശ്വസിക്കുകയാണ്. ആ വിശ്വസിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾ ഇത് അബോർട്ട് ചെയ്യത്തില്ല, ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ അനുവദിക്കും. അപ്പനും അമ്മയും തീരുമാനിച്ചു. എതിർപ്പുകളൊക്കെ അവഗണിച്ച് തയ്യാറായി, കുഞ്ഞിനെ ലഭിച്ചു. ഡോക്ടർമാർ പറഞ്ഞതുപോലെ ചെറിയ ചില പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ അത് രക്ഷപ്പെടുത്താവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞതുപോലെ ബാധ്യതയായിട്ടുള്ളതൊന്നുമില്ല. 2-3 വർഷത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് നോർമലായി പഠിക്കുന്നു, അത് നന്നായിട്ട് പാട്ടുപാടുന്നു, ഡാൻസ് കളിക്കുന്നു, വളരെ സജീവമായിട്ട് നിൽക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓർത്തോണം, നമ്മൾ മുൻകൂട്ടി കെട്ടുന്ന കോട്ടകൾക്കപ്പുറമായി, ചിന്താധാരകൾക്കപ്പുറമായി, അനുഭവങ്ങൾക്കപ്പുറമായി അപ്പച്ചന് നമ്മളോട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് എന്നേക്കാൾ നേരിട്ടുള്ള ഐ വിറ്റ്നസ് ആയതുകൊണ്ട് കൂടുതൽ ഞാൻ അത് പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, യോന അവൻ ഉണ്ടാക്കിയ ചെറിയ കുടിലിന്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ വിഷമങ്ങളും പ്രയാസങ്ങളും പരിതപങ്ങളും ഒക്കെയാണ്, മറ്റുള്ളവരെ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, നാശം കാണാൻ ആഗ്രഹിച്ചു. എന്നാൽ അതിൽ നിന്നുള്ള ഒരു മോചനം, ദൈവം തന്ന എല്ലാ അനുഭവങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ലോക കൂടാരത്തിൽ നിങ്ങളും ഞാനും അനുഭവിക്കുന്ന പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ഇട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാനിടയാകണം. രണ്ടാമതായിട്ട് ഒരു ചിന്തയോടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, പത്രോസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ 3 കുടിലുകൾ മറുരൂപ സമയത്ത്, അതായത് നമ്മളുടെ ട്രാൻസ്ഫിഗറേഷൻ നമുക്കൊക്കെ അറിയാവുന്നതാ, താബോർ മലയില. അപ്പൊ യേശു തമ്പുരാനും പത്രോസും യാക്കോബും യോഹന്നാനും 3 പേരും ആ വലിയ മലയിലേക്ക് നടന്നു പോവുകയാണ്. അതായത് ഒരു മനുഷ്യനും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള അതിന്റെ ഏറ്റവും ഹയസ്റ്റ് പീക്കിൽ അവരെത്തപ്പെട്ടത്. അതിനെക്കുറിച്ച് വേദ പണ്ഡിതന്മാർ പറയുന്നത്, മനുഷ്യർക്ക് എത്തപ്പെടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. തമ്പുരാനോടൊപ്പം യാത്ര ചെയ്തത് കൊണ്ടാണ് ആ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അവരവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയുന്നത് അതൊരു യോഗിക് ജേർണി ആയിരുന്നു. ഒരു യോഗിക് ജേർണി എന്ന് വെച്ചാൽ യോഗാത്മകമായ ഒരു യാത്രയാണ്. തമ്പുരാനോടൊപ്പം നടന്നപ്പോൾ യാത്രയെക്കുറിച്ച് മറന്നുപോയി. അങ്ങനെ അവർ മുകളിലെത്തി. ക്ഷീണം കൊണ്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എണീറ്റപ്പോൾ അവർ കണ്ട കാഴ്ച, യേശു തമ്പുരാനോട് മോശയും ഏലിയാവും സംസാരിക്കുന്നു. യെരൂശലേമിൽ വരുവാനുള്ള കർത്താവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഉടനെ പത്രോസ് ചാടി എഴുന്നേറ്റ് പറയുന്ന ഒരു വാചകമുണ്ട്, കർത്താവേ, നിനക്ക് സമ്മതമെങ്കിൽ ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാതെ അവൻ പറയുകയാണ്. അപ്പം അവൻ ഉറങ്ങുകയായിരുന്നു, പക്ഷെ അതൊരു യോഗിക് സ്ലീപ്പായിരുന്നു. ഓർത്തോളം യോഗിക് ജേർണി ഉണ്ടായിരുന്നു, യോഗിക് സ്ലീപ്പ് ഉണ്ടായിരുന്നു, യോഗാത്മകമായ ഉറക്കം. അതുകൊണ്ട് ആ ഉറക്കത്തിലായിരുന്നപ്പോഴും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവൻ പറഞ്ഞത്, ആ യോഗിക് സ്ലീപ്പിന്റെ ഇടയ്ക്ക് അവൻ പറഞ്ഞ വാചകം പറയുന്നത് എന്താണെന്ന് അറിയാതെ. പത്രോസിന് കൂടാരം പണിയാനുള്ള കട്ടയില്ല, കമ്പില്ല, മേളിലിടാനുള്ള ഷീറ്റില്ല, ഒന്നുമില്ല. ആ വലിയ കുന്നിന്റെ മുകളിൽ എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ലല്ലോ, ഉണ്ടാക്കട്ടെ എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. തുടർന്ന് പറഞ്ഞ വാചകം ആ ശ്രദ്ധേയം, ഒന്ന് കർത്താവേ നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവ്. പിതാക്കന്മാർ വിലയിരുത്തുന്നുണ്ട്, ലിറ്റേർജിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. ആ ആദ്യമായ ഒരു വിശുദ്ധ ബലിയർപ്പണത്തിനുള്ള വലിയൊരു അനുഭവം, പഴയ നിയമവും പുതിയ നിയമവും കൂടി ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ ആരാധനയുടെ അനുഭവം, ഒരു വിശുദ്ധ ബലിവേദി സ്ഥാപിക്കുവാനുള്ള ആഗ്രഹം, ആ അപ്പോസ്തോലിക് നൽവരം അതവിടെ പറയുകയാണ്. പത്രോസ് പറഞ്ഞു, 3 കുടില്, കർത്താവെ നിനക്കും മോശയ്ക്കും ഏലിയാവിനും, എനിക്കോ യാക്കോബിനോ യോഹന്നാനോ വേണ്ട, നിങ്ങൾക്ക് 3 പേർക്കും മതി. എന്റെ കർത്താവിന് കൂടാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, എന്റെ കർത്താവിനൊരു കൂടാരമുണ്ടെങ്കിൽ എനിക്കില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇന്ന് നമ്മുടെയൊക്കെ കൂടാരം ഒരിക്കലൊക്കെ നമുക്ക് വേണ്ടി മാത്രമാണ്. എന്റെ കർത്താവിന് അവിടെ സ്ഥാനമില്ല. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ സാക്ഷ്യത്തിന് പ്രസക്തിയില്ലാത്ത ലോകത്തിൽ ഓർത്തോണം, നമ്മളൊക്കെ കെട്ടുന്ന ഏത് കൂടാരങ്ങൾക്കപ്പുറവുമായും ദൈവത്തിന്റെ ഒരു വലിയ കൂടാരമുണ്ട്. നമ്മളുടെ കുടുംബത്തെ പറ്റി ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നമ്മളുടെ പ്രീഫിക്സ്ഡ് പ്ലാൻസ് ഒന്നുമല്ല നടക്കുന്നത്. ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിക്കുന്നവനെ ദൈവം വലിയവനാക്കും. യഹോവയുടെ മുൻപിൽ വണങ്ങി നമസ്കരിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ, ആരാധിക്കുന്നവനെ ദൈവം ശ്രേഷ്ഠനാക്കും. ഇന്ന് ദൈവത്തിനില്ലാത്ത അവനവൻ ഒരു സെൽഫ് സെന്റേർഡായ കൂടാരങ്ങളും കൊട്ടാരങ്ങളും ഉണ്ടാക്കുകയാണ്. നമ്മളുടെ വീടുകളിൽ ദൈവത്തിന് സ്ഥാനമുണ്ട്. കണ്ണുനീരോടെ, നമ്മളുടെ സ്വന്തം കണ്ണുനീരോടെ അല്ലാതെ ദൈവത്തിന് വേണ്ടി ഒന്ന് ഓർത്ത്, ദൈവത്തിന് കൃപയോർത്ത് എത്ര ദിവസമായി കരഞ്ഞിട്ട്, വേദപുസ്തകം വായിച്ചിട്ട്. അതിന്റെ എല്ലാ പ്രതിസന്ധികൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയംഗമായിട്ട് ഒരു കാര്യം ഓർത്തോണം, എൻ്റെ ദൈവമേ, നിന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല.
നിനക്ക് കൂടാരമുണ്ടെങ്കിൽ എനിക്ക് കൂടാരമുണ്ട്. ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള നിന്റെ കൂടാരത്തിന് ഞങ്ങളെ ഭവനങ്ങളായി ചമയ്ക്കണമേ എന്ന് പറയുമ്പോൾ, നമുക്ക് വേണ്ടി കൂടാരം ഒരുക്കാൻ പോയ തമ്പുരാന്റെ ആവാസ സ്ഥാനങ്ങളായി എന്നെ നിങ്ങളെയും ഒക്കെ സമർപ്പിക്കുകയാണ്. നമുക്കിന്ന് ഒന്നിനെ കുറിച്ചും അമിതമായ ടെൻഷൻ വേണ്ട. ഞാൻ ഉണ്ടാക്കട്ടെ. ഏലിയാവ് പറഞ്ഞതുപോലെ, ആദ്യം എനിക്ക് നീ ഒരു ദോശ ഉണ്ടാക്കിത്താ, അപ്പം ഉണ്ടാക്കിത്താ. അമ്മയും മോനും ഉണ്ടായിരുന്നു, നശിക്കാൻ പോകുന്നവരാ. അതുകൊണ്ട് തന്നെ അവസാനത്തോളം കലത്തിലെ മാവ് കുറഞ്ഞില്ല, എണ്ണ കുറഞ്ഞില്ല. ആ ഒരു ദിവ്യ അനുഭവം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഹൃദയംഗമായിട്ടുണ്ടാകണം, പ്രാർത്ഥനയോടുണ്ടാകണം. ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ വ്യക്തിയും പ്രാർത്ഥനാപൂർവ്വം നാളെ എന്ന് പറയുന്ന ദിവസത്തിലും ഓർത്തോണം, എന്റെ ദൈവം മുൻപോട്ട് എനിക്ക് വേണ്ടി പോയിട്ടുണ്ട്. അത്യുന്നതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തി പങ്കുവെച്ച ഒരു അനുഭവം, അദ്ദേഹത്തിന്റെ ഭവനത്തില് അവർ 7 മക്കളായിരുന്നു. പ്രായമായി 7 മക്കളാണ്. ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല. ഭാര്യ വീട്ടിൽ ദത്ത് നിൽക്കുക. അപ്പം ഈ മനുഷ്യൻ ജോലിക്ക് പോയാണ് വല്യപ്പനെയും വല്യമ്മയും ഈ പിള്ളേരെയൊക്കെ നോക്കുന്നത്. പിള്ളേരൊക്കെ മിടുക്കരാ, പക്ഷെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ വന്ന് ഈ മനുഷ്യനും മക്കളും എല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കും. ആ അപ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ പറ്റി അദ്ദേഹത്തിന്റെ ഇളയ മകൻ എന്നോട് പങ്കുവെച്ചത്, എന്റെ റമ്പാച്ച, അപ്പച്ചൻ കരഞ്ഞു പ്രാർത്ഥിക്കും. കാരണം ഞങ്ങളൊക്കെ പഠിച്ചു വരുന്നത് പഠിപ്പിക്കാൻ നിവർത്തിയില്ലല്ലോ, പെൺമക്കളെ കെട്ടിച്ചു വിടാൻ നിവർത്തിയില്ലല്ലോ. അതെ എന്റെ ഇത് പ്രാർത്ഥന ഇങ്ങനെ, എന്റെ തമ്പുരാനെ, എന്റെ ദൈവമേ, ഈ മക്കളെ നിന്റെ മക്കളായി അങ്ങ് വളർത്തണമേ. നീ എനിക്ക് തന്നിട്ടുള്ള മക്കളെ നിന്റെ മക്കളായി വളർത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, വാക്കുകളെ നിർത്തുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാ, നിങ്ങൾക്ക് തലമുറയെ തന്നത് ദൈവമാണ്, ഇതുവരെ നടത്തിയത് ദൈവമാണ്. പക്ഷേ തന്ന മക്കളെ നിന്റെ മക്കളായി വളർത്തണം എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ വിളിച്ചാൽ, നിങ്ങൾ അറിയാത്ത സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരും. ഈ നൊയമ്പിന്റെ കാലഘട്ടത്തിൽ കുറഞ്ഞുപോയ പ്രാർത്ഥനകളൊക്കെ ശക്തീകരിക്കണം. കരുതേണ്ടവരെയൊക്കെ കരുതണം. നഷ്ടങ്ങൾ നേരിട്ടാലും ദൈവത്തെ സ്തുതിക്കണം. ഒന്നുമല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി പോലെ ഒരു അൾട്ടിമേറ്റ് ബ്ലെസ്സിങ്സ് ദൈവം കിട്ടും. ഇപ്പോൾ കിട്ടുന്ന ചില കാര്യങ്ങളല്ല. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട്, പ്രായമായി കഴിഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടാം എന്നുള്ളതല്ല, അല്ലെ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതല്ല, എന്തേലും പ്രവർത്തിക്കാമെന്നുള്ളതല്ല. ദൈവത്തിന്റെ സുഗന്ധമുള്ളവരായിട്ട് മാറണം, ദൈവത്തിന്റെ ശബ്ദമുള്ളവരായിട്ട് മാറണം. അങ്ങനെ നിങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും നല്ലത് കേൾക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പറഞ്ഞത് കൊച്ചൊരു കാര്യമാണ്. യോന ഉണ്ടാക്കിയ കുടിലിൽ ഇരുന്നപ്പോൾ യോനായ്ക്കുണ്ടായ പ്രതിസന്ധികൾ, നമ്മളുടെ കുടുംബജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ. പത്രോസ് പറഞ്ഞു, കർത്താവേ, നിനക്ക് സമ്മതമെങ്കിൽ 3 കുടിലുണ്ടാക്കാം, എനിക്ക് വേണ്ട. അത് നിനക്ക്, മോശയ്ക്ക്, ഏലിയാവിന് ഒരു ലിറ്റേർജിക്കൽ ഓറിയന്റഡായി, ആരാധന കേന്ദ്രീകൃതമായി, പ്രാർത്ഥനാനുഭവമായി, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടുള്ള കൂടാര നിർമ്മിതിയെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ധ്യാനിക്കാനുള്ളതാണ്. നിങ്ങളത് പ്രാർത്ഥനാപൂർവ്വം തുടർന്നും ധ്യാനിക്കണം. എപ്പോഴും ഏത് സാഹചര്യത്തിലും നിങ്ങളൊക്കെ ദൈവമക്കളായി സന്തോഷത്തോടെ തലമുറകളെ കുറിച്ച് നല്ലത് കേട്ടുകൊണ്ട് ജീവിക്കുവാൻ ഇടയാകട്ടെ. എപ്പോഴും ഈ ലോകത്തിൽ എന്തും മറന്നാലും ദൈവത്തെ മറക്കാത്തവരായി ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ദൈവത്തിന്റെ വലിയ കൃപയിൻ പ്രകാരം നിങ്ങളോടൊത്ത് ഈ അല്പമായ ധ്യാനം ചെലവഴിക്കുവാൻ ദൈവം തന്ന അവസരത്തെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. പ്രത്യേകിച്ച് ഇടവകയുടെ വികാരി വന്യനായ എബി ചാക്കോ അച്ഛൻ, ഞങ്ങളെ ഒരുമിച്ച് ഒരേ കാലത്ത് സെമിനാരിയിൽ പഠിച്ചവരാണ്, ഒരുമിച്ച് പൂർണ്ണസന്മാസ പട്ടം സ്വീകരിച്ചവരാണ്. അച്ഛന്റെ ശുശ്രൂഷയെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്യനായ തോമസ് മാത്യൂസ് അച്ഛൻ വളരെ ചെറുപ്പം തൊട്ട് ഞങ്ങൾ അടുത്ത് കുടുംബപരമായി അടുത്തിടപഴകുന്നവരും സ്നേഹിക്കുന്നവരുമാണ്. NGOCSലും മറ്റുമൊക്കെ സജീവമായി പ്രവർത്തിച്ച് അച്ഛന്റെ അവിടുത്തെ ശുശ്രൂഷ ദൈവഹിത പ്രകാരമായി തീരട്ടെ. കുടുംബത്തെ ഓർക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയിലെ ഭാരവാഹികളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവം തന്റെ വലങ്കരം നീട്ടി നിങ്ങൾ എല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.